കുമാരൻ ശരിക്കും ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണത്. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, കുമാരന്റെ ഇപ്പോഴത്തെ നില അനുസരിച്ച് അവള് പോരാ. അവളെക്കാളും പണവും സൗന്ദര്യമുള്ളൊരു പെണ്ണ് വേണമെന്നാ എന്റെ അഭിപ്രായം. അവളല്ലാതെ വേറൊരു ഭൂലോക സുന്ദരിനെ എനിക്ക് വേണ്ടടാ. എനിക്ക് അവള് മതി. എങ്കിലേ രഹസ്യം ഞാൻ തുറന്നു പറയാം. ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോൾ തകർന്നാലോ. എന്താടാ? മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ്. മാലുവിന്റെ മുട്ടാലിന്റെ മുകളില് 4 വരട്ടി ചോറിയുണ്ട്. അത് നീ എങ്ങനെ കണ്ട്? തൊങ്കിച്ചാടി കളിച്ചപ്പോ പിന്നെ എപ്പോഴും ഇങ്ങനെ മാതികൊണ്ട് നടക്കണ മനസ്സിലാവില്ലേ? പകരണം നല്ല അസല് വരട്ടി ചൊറിയാ. കല്യാണം കഴിഞ്ഞാൽ കെട്ടിയോളും കൂടി മാതികൊണ്ട് നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു ചൊറിയത്തെ കുമാരന് ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആലോചിക്കാൻ കുമാരന് ഇനി സമയമുണ്ട്. അതൊന്നും സാരമില്ല. എന്നെ കെട്ടാൻ അവർക്ക് ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ആ, ഞാൻ ചോദിക്കാം. പക്ഷെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല, നീ ഒന്ന് ചോദിക്ക്. എടാ, വണ്ടി കയറ്റി കൊണ്ടുപോവാം. അതിൽ ചാള കയറ്റിയാൽ മതി. ചൊറി പിടിക്കാൻ പോണവനെ. ഭദ്ര പറഞ്ഞ അന്വേഷിച്ചെന്ന് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. എന്താ? മനസ്സിലുള്ളത് എന്തായാലും നീ എന്നോട് തുറന്നു പറയണം. കുമാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന്. കുമാരേട്ടൻ അങ്ങനെ പറഞ്ഞാ? ശരിക്കും പറഞ്ഞതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞ? ഞാനെന്ത് പറയാൻ? മറുപടി പറയേണ്ടത് നീയല്ലേ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ നിന്റെ അഭിപ്രായം? കുമാരൻ നല്ല കാശുള്ള ആളല്ലേ. ഈ തുറയില് സിലിക്കന്റെ കുപ്പായിടുന്നത് അയാൾ മാത്ര. പിന്നെ അയാളുടെ മസിലി കണ്ടോ? നല്ല ചാളത്തടി പോലെ ഇരിക്കും. കാര്യം ആള് വൃത്തിയിട്ടവനാണെങ്കിലും നല്ല മനുഷ്യനാ. എന്താ, നിനക്ക് അയാളെ കെട്ടാൻ ഇഷ്ടാണോ? ഇഷ്ടമാണ്. എന്താ എന്താ നിന്റെ മുഖം മാറിയ? ഒന്നുമില്ല. നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന ഞാൻ കരുതി. കുമാരേട്ടൻ എന്താ കുഴപ്പം? നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള്, ആര് വന്നാലും നല്ല ഇടി കൊടുക്കണ ആള്, എന്നെ ആള് നല്ല പൊന്നു പോലെ നോയിക്കോളും. ഇതിൽ കൂടുതൽ ഒരു തുറയിലെ പെണ്ണിന് എന്താ വേണ്ടേ? ശരിയാ. ശരിയാണോ?